ഹായ് ഹലോ ഫ്രണ്ട്സ്, വെരി വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആക്റ്റീവ 4Gയുടെ റെയർ ബ്രേക്ക് കേബിൾ എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ ആക്റ്റീവ 4Gയുടെ വീഡിയോ നമ്മൾ കുറച്ച് കൂടുതൽ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്, ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ കീ നഷ്ടപ്പെട്ടു പോയാൽ നമ്മളങ്ങനെ സീറ്റ് ഓപ്പൺ ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മതി. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ബ്രേക്കിൻ്റെ റെയർ സൈഡിൽ, അതായത് ബാക്ക് സൈഡിൽ ബ്രേക്ക് കേബിൾ പൊട്ടിപ്പോയാൽ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കരുതുമായിരിക്കും എന്തിനാണ് അതിനൊരു പ്രത്യേകത സാധാരണ ഉള്ളതുപോലെ അല്ലേ എന്നുള്ളതായിരിക്കും. അല്ല, നമ്മുടെ ഇപ്പോഴത്തെ വരുന്ന ആക്റ്റീവ 4Gയുടെയൊക്കെ വരുന്നത് കോംബി ബ്രേക്കാണ്. അപ്പോൾ അതിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട് നമ്മുടെ സാധാരണ ബ്രേക്കിൽ നിന്നും. അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ റീപ്ലേസ് ചെയ്തുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഷോറൂമിലോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിലോ പോയി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. വീട്ടിലുള്ള ടൂൾസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം. അതിൻ്റെ ഏതൊക്കെ ടൂൾസാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വേണ്ടത്, നമ്മുടെ കയ്യിൽ ആവശ്യമുള്ള ടൂൾസ്, അതായത് നമ്മൾ ഈ ബ്രേക്ക് കേബിൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ട ടൂൾസ് നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത്രയും ടൂൾസൊക്കെ മതി വീട്ടിൽ ചെയ്യാനായിട്ട്. എനിക്കൊന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ, 1-2 സ്പാനർ, അതൊക്കെ തന്നെ നമുക്ക് ധാരാളം മതി നമ്മുടെ ബ്രേക്ക് കേബിൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പോകാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഷോറൂമിൽ പോകാൻ ടൈം കിട്ടത്തില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ കേബിൾ നമുക്ക് കയ്യിലുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കേബിൾ മാത്രം വാങ്ങിയാലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത് അങ്ങനത്തെയൊക്കെ പെട്ടെന്ന് എമർജൻസി സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കേബിൾ മാറ്റാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാനൽ. നമ്മൾ ആ മീറ്റർ കൺട്രോൾ ഹെഡ് ലാമ്പിൻ്റെ സൈഡ് കവർ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആണോ ഇവിടുത്തെ ആ ഓരോ സ്ക്രൂ ആണ് നമ്മൾ ഇളക്കിയെടുത്തേക്ക് 4 സ്ക്രൂ. ഇത് നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ ഹെഡ് ലാമ്പ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോയിലൊക്കെ നമ്മളിതിൻ്റെ ഹെഡ് റിമൂവ് ചെയ്യുന്ന വീഡിയോയ്ക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 പാർട്സ് നമ്മൾ ആ ബാറ്ററി വരുന്ന കവറും ആ ഹെഡ് ലാമ്പിൻ്റെ അതും നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി വെച്ചേക്കുവാണ്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോംബി ബ്രേക്ക് സിസ്റ്റം എന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ആ കേബിള് ഇളക്കി നമ്മൾ വെച്ചിട്ടുണ്ട് വെളിയിൽ. ഈ ഒരു ഇതാണ് നമ്മളുടെ ബ്രേക്ക് ലിവർ. അപ്പം നമുക്ക് ഈ ഇതൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കും. ഇത് വേണ്ടിയിട്ട് നമുക്കൊരു 8-ൻ്റെ ഒരു സ്പാനറും ഒരു ഫിലിപ്സിൻ്റെ ഹെഡ് സ്ക്രൂ ഡ്രൈവറാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ കോംബി ബ്രേക്കിന് വേണ്ടിയിട്ട് ഇതിൻ്റെ 3 സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കണം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ കേബിള് പൊട്ടിയത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ കേബിള് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് റസ്റ്റായിട്ടിരുന്ന് പൊട്ടിപ്പോയത്, പക്ഷേ ഇച്ചിരി പഴക്കമുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോയതാണ്. ഇതാണ് നമ്മുടെ ഓൾഡ് കേബിൾ. കണ്ട ഈ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കേബിൾ അങ്ങ് മുകളിൽ വരുന്നത്. നമ്മൾ തിരിച്ച് പുതിയ കേബിൾ ഇടുന്നതും ഇതേ സെയിം ഇതിലേ കൂടെയാണ്. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇളക്കി പുറത്തെടുത്തിട്ടേക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ കേബിൾ വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു 8 നമ്പർ സ്പാനറാണ്. അപ്പോൾ നമുക്ക് സ്പാനർ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ഹാൻഡിൽ ലിവറിൽ ഈ ഒരു സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്യാനായിട്ട്. കണ്ടോ, ഇത്തിരി ടൈറ്റാണ്. അപ്പോൾ നമ്മൾ 8-ൻ്റെ ഒരു സ്പാനറും വേണം. നമ്മുടെ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് വേണം നമുക്കിതിനെ ഞാൻ നേരത്തെ കാണിച്ചു തന്നായിട്ട് അങ്ങനെയാണ് റിലീസ് ചെയ്യുന്നതെന്ന്. കണ്ടോ, ഇപ്പം നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. ഈ ബോൾട്ടിനെ ഇങ്ങനെ അഴിച്ചെടുക്കാം. അത് റിലീസായിട്ടുണ്ട്. നമുക്ക് വരുന്നത് ഈ കവറിങ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിനി നമ്മുടെ ഈ കോംബി ബ്രേക്കിൻ്റെ ക്യാപ്പാണ് നമുക്ക് ആ ലിഡ് നമുക്കൊന്ന് ഇളക്കിയെടുക്കാനുണ്ട്. ആ 3 സ്ക്രൂ നമ്മൾ ഒരു ഫിലിപ്സിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. അത് നല്ല ടൈറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റി റസ്റ്റിംഗ് സ്പ്രേ ഉണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ നല്ല എളുപ്പത്തിൽ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ സോറിക്കിൻ്റെ സ്പ്രേ ഉപയോഗിച്ചാൽ മതി. കാരണം കുറച്ചും കൂടെ ഈസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്കിനെ അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ലിഡ് ഒന്ന് അഴിച്ചെടുക്കാം. ലിഡ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തൊരു സ്പ്രിങ് പോലെ ഉണ്ടാകും. അപ്പോൾ അത് തറയിൽ
താഴത്ത് പോകാണ്ട് ശ്രദ്ധിക്കുക. എൻ്റെ ഇതിലുള്ള സ്പ്രിങ്ങിൻ്റെ പൊട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കത് നോക്കണ്ട. ഞാനൊരു വേറെ സ്പ്രിങ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അകത്ത് കാണുന്ന സ്പ്രിങ് പൊട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടോ, ഇതാണ് ആ സ്പ്രിങ്. അപ്പോൾ അതിൽ പൊട്ടിയിട്ടുണ്ട്. വളരെ തറയിപ്പോയി, കുഴപ്പമില്ല. ഞാൻ വാങ്ങി വെച്ചേക്കുന്ന സ്പ്രിങ് ഇതാണ് നമ്മൾ വാങ്ങിച്ച പുതിയ സ്പ്രിങ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലിഡ് ഇളക്കിയെടുക്കാം. ലിഡ് ഇളക്കിയെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചെടുക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ പിന്നെയും സ്പ്രിങ് ബുഷിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീണ് പോകാതെ സൂക്ഷിക്കുക. തിരിച്ച് വെക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മളതിൻ്റെ എടുക്കുന്ന ഓരോ പാർട്സും വളരെ സേഫായിട്ട് മാറ്റി വെക്കുക. ഇതാണ് നമ്മുടെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ വരുന്നത്. അപ്പോൾ നമുക്കതിനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ലൂസാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ഇളകി പോരും. ആ സ്ലോട്ടിൽ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എളുപ്പത്തിൽ വരും. ആ സ്ലോട്ടിൽ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ആ ഒരു കണ്ടോ, എളുപ്പത്തിൽ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. ഒന്നുകൂടെ കാണിച്ചിട്ട് നമ്മുടെ ആ സ്ലോട്ടിനകത്ത് ഇതിങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. കണ്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ കേബിൾ റീപ്ലേസ് ചെയ്യാം. ഇത് നമ്മുടെ പുതിയ കേബിളാണ്. ഇതിൻ്റേത് കോസ്റ്റ് വരുന്നത് ഒരു 300 റുപ്പീസിനകത്ത് ഇതിൻ്റെ കോസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേബിൾ ഇട്ട് കൊടുക്കാം. ഹോണ്ടയുടെ ജെനുവിൻ ആണെങ്കിലുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ബാക്കിയുള്ള റേറ്റ് ഞാൻ നോക്കിയില്ല. ഇതിപ്പോൾ ഹോണ്ടയുടെ ജെനുവിൻ കേബിളാണ്. അപ്പോൾ നമ്മൾ കേബിൾ ഫിക്സ് ചെയ്തു. ഇനി ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് നമുക്ക് കൊണ്ടുവരണം. കണ്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ലിവറുമായിട്ടൊന്ന് അതിനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് നമ്മൾ ബോൾട്ടിൻ്റെ 8 നമ്പർ സ്പാനർ ഇട്ട് നമ്മൾ ഇളക്കിയെടുത്ത് അതിൻ്റെ നമുക്ക് ആ ലിവർ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ചെറിയൊരു വെട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കണ്ടോ, നമ്മൾ ലിവർ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, കറക്റ്റ് ആയിരിക്കും. ഇത് കണ്ടോ, സിമ്പിളാണ്. നമ്മൾ ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത് സ്പാനർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ആ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിലത്തേക്കുള്ള റെയർ ബ്രേക്കിൻ്റെ കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി നമുക്ക് താഴെ ഇറക്കണം. അതിൻ്റെ ക്ലിപ്പുണ്ട്. നമുക്ക് ക്ലിപ്പിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി ഇതിലെ കൂടെ താഴെ കടത്തി വേണം നമുക്ക് കേബിളിങ് താഴെ വന്നിട്ട് ബാക്കിൽ പോകാനായിട്ട്. കണ്ടോ. അപ്പോൾ നമ്മൾ കേബിൾ ബാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇരുന്ന കേബിളിൻ്റെ ആ സംഭവം ഇങ്ങനെ ഇളക്കിയെടുക്കുക. നമ്മൾ പുതിയ കേബിൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു സ്ലോട്ടുണ്ട്, ആ ഹോളിനകത്ത് കയറ്റി നമ്മൾ വെച്ച് കൊടുക്കുക. കണ്ടോ, സിമ്പിളാണ്. നമ്മൾ പഴയ മറ്റ് ബ്രേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ടൈറ്റ് ചെയ്യണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ പഴയ കേബിൾ എങ്ങനെയാണോ നമ്മൾ ഇളക്കിയെടുത്ത് സെയിം അതേപോലെ ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് 1-2 ത്രെഡ് മാത്രം ടൈറ്റ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ കോമ്പി ബ്രേക്കിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി എൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ സ്പ്രിങ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ കാണിച്ചു തന്നായിരുന്നു. അപ്പം നമ്മൾ ആ സ്പ്രിങ് വെച്ചിട്ടാണ് കണ്ടോ, ഇതേപോലെ നമുക്ക് ആണ് അതിൻ്റെ ലിഡ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടത്. ഇനി എൻ്റെ സ്പ്രിങ് വെക്കുന്നതെന്ന് വെച്ചാൽ ആ സ്പ്രിങ്ങിന് ഒരു ലോങ് സൈഡ് ഉണ്ടാവും, ഷോർട്ട് സൈഡും ഉണ്ടാവും, ലോങ് സൈഡ്. ആ ലോങ് സൈഡ് അതാണ് ഷോർട്ട് സൈഡ്. ഞാൻ പിടിച്ചേക്കുന്നതാണ് ഷോർട്ട് സൈഡ്. മറ്റേ ലോങ് സൈഡാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കേണ്ടത്. കണ്ടോ, ഇതേപോലെ നമ്മൾ കടത്തി വെച്ചിട്ട് വേണം നമ്മളെ സ്പ്രിങ്ങിൻ്റെ വെച്ച് വേണം നമ്മൾ ലിഡ് അടയ്ക്കാനായിട്ട്. അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. നീളം നഖമുണ്ടെങ്കിൽ നമുക്കത് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആദ്യം കൈ വെച്ച് ഒന്ന് ട്രൈ ചെയ്യുന്നതാണ് ഈസി, കാരണം എളുപ്പത്തിൽ പോകത്തില്ല. കണ്ടോ, നമ്മൾ സ്ക്രൂ ഡ്രൈവർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഞാൻ സ്പ്രിങ് കാണിച്ചു തരാം. എന്തേ അകത്ത് കണ്ടോ, നമ്മുടെ സ്പ്രിങ് അകത്തായിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പുറത്തെടുത്താൽ അതിന് ചാടിപ്പോരും. അപ്പോൾ നമ്മൾ വെച്ച് ഇനി നമുക്ക് അതിൻ്റെ നമ്മൾ നേരത്തെ എടുത്ത സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ് ചെയ്യാനായിട്ട്. ആ സ്പ്രിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ.
ബാക്കിയെല്ലാം ഈസിയാണ്. കോംബൈൻ ബ്രേക്ക് നമുക്ക് ഇതിൻ്റെ ഇതേ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിലത്തെ 2 ബ്രേക്കും ചേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലിഡ് ക്ലോസ് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത സൈഡ് പാനൽ നമ്മുടെ അതിൻ്റെ ഫ്രണ്ട് ഒക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കേബിൾ കണ്ടോ, ഈ ഫ്രണ്ടൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യണം. ലിഡൊക്കെ ഇട്ട് ക്ലോസ് ചെയ്യണം. കേബിൾ നമ്മൾ താഴത്തൂടെ എടുത്ത് ഇതാണ് ഈ സൈഡിൽ കൂടെ എടുത്ത് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഇതാണ് നമ്മൾ പുതിയ കേബിൾ പോയേക്കുന്നത്. ആ ഓരോ ക്ലിപ്പിലും ഇതാണ് നമ്മുടെ കേബിള്. നമ്മൾ ഓരോ ആ ക്ലിപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടാണ് നമ്മളങ്ങ് ബാക്കിലെത്തിച്ച് ഇതാണ് നമ്മുടെ കേബിള് ബാക്കിലെത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ബ്രേക്ക് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ പുതിയ ബ്രേക്ക് ഷൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ബ്രേക്ക് ഷൂ മാറ്റിയിട്ട് കൊടുക്കുക. അതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ നമ്മുടെ കേബിൾ എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസിയായിട്ട് എന്തെങ്കിലും ഡാമേജ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റീപ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ലിഡൊക്കെ ഇടുക, അതിൻ്റെ സൈഡ് പാനലൊക്കെ കവർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.